നിങ്ങളെ മുതലാളി മൈൻഡ് സെറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊഴിലാളി മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ട് ട്രേഡിംഗ് ടെർമിനലിന്റെ മുന്നിൽ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സക്സസ് ക്രിയേറ്റ് ആക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ട്രേഡിംഗ് ഫുൾ ടൈം ട്രേഡർ ആയിട്ടും മറ്റും ഇരിക്കുന്ന എന്തുകൊണ്ടാ, നമ്മൾ ഏതെങ്കിലും മുതലാളിയുടെ കീഴിൽ പണിയെടുക്കാനുള്ള മടി കൊണ്ടായിരിക്കാം. ഫിനാൻഷ്യൽ ഫ്രീഡം സ്വന്തമായിട്ട് ആരും അണ്ടറിൽ ഇല്ലാത്തൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രേഡിങ്ങിന് മുമ്പിൽ വന്നിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാനാണ് എല്ലാവരും മൈൻഡ് സെറ്റ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ, മൈൻഡിനെ നമ്മളെ സന്തോഷിപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, നമ്മളെ ദുഃഖിപ്പിക്കാനോ നമുക്ക് പണിയെടുക്കാനോ മൈൻഡിന് ഇഷ്ടമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മുതലാളി മൈൻഡ് സെറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊഴിലാളി മൈൻഡ് സെറ്റിലേക്ക് ഇറങ്ങി വരാം. തൊഴിലാളി മൈൻഡ് സെറ്റ് പ്രത്യേകത എന്താ, നിങ്ങൾ എങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങൾ എങ്ങനെയൊക്കെ വർക്ക് ചെയ്താലും നിങ്ങൾക്കൊരു മാസം ഒരു ഫിക്സഡ് സാലറി കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിങ്ങിനെ കാണാം. നിങ്ങളെ ക്യാപിറ്റൽ അനുസരിച്ചിട്ട് നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ചെയ്യാം. നിങ്ങൾക്കൊരു അതിന് കിട്ടുന്ന ഒരു സാലറി അനുസരിച്ചിട്ടുള്ള ലെവലിലേക്ക് നിങ്ങൾ ട്രേഡിങ്ങിന് 100% നിങ്ങളെ കയ്യിൽ കീശലാവണ വരെ നിങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് പോയി നോക്ക്. അപ്പൊ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. സസ്റ്റെയിൻ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് വാച്ച് ടൈം കൂടും. വാച്ച് ടൈം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടും. എക്സ്പീരിയൻസ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുതലാളിയാവാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ സക്സസ് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അതുകൊണ്ട് ഫസ്റ്റ് തൊഴിലാളി, അതിനുശേഷം മുതലാളി. ഓക്കെ, ബൈ.